ഹലോ ഫ്രണ്ട്സ്, ഫെയിം 2 സബ്സിഡി അങ്ങനെ എക്സ്പയർ ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഫെയിം 2 പകരം EMPS സബ്സിഡി സ്കീം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം കിട്ടാവുന്ന എമൗണ്ട് തന്നെ 10,000 രൂപയാണ്. പണ്ട് നമുക്ക് ഓരോ കിലോ വാട്ടിന് ഇത്ര രൂപ കിട്ടുമായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് മാക്സിമം 10,000 രൂപയാണ് സബ്സിഡി കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം നാച്ചുറലി എല്ലാ വണ്ടികളുടെയും റേറ്റ് കൂടിയിരിക്കുകയാണ്. ഇലക്ട്രിക് വണ്ടികളുടെ എല്ലാം റേറ്റ് കൂടി. അപ്പോൾ എല്ലാ കമ്പനീസും അവരുടെ എത്രയാണ് ഫൈനൽ റേറ്റ് എന്നൊക്കെ അനൗൺസ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ചില കമ്പനീസ് വന്നിട്ട് ഫുൾ എമൗണ്ട് അവർ ബെയർ ചെയ്തിട്ട് വളരെ നിസ്സാര എമൗണ്ട് 2,000-3,000 ഒക്കെയാണ് കസ്റ്റമേഴ്സിലേക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഫുള്ള് കമ്പനി ബെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് TVSൻ്റെ കേസാണ്. അപ്പോൾ അത് കാരണം വണ്ടികളുടെ റേറ്റ് അധികം കൂടിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ TVSൻ്റെ iQube അധികം റേറ്റ് കൂടിയിട്ടില്ല. അതിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ബജാജ് ചേതകിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആ എൻ്റയർ എമൗണ്ട്, അതായത് കൂടിയ എമൗണ്ട് മൊത്തം ആക്ച്വലി ഒരു കസ്റ്റമേഴ്സിന് ബെയർ ചെയ്യാനാണ് കൊടുത്തിരുന്നത്. കമ്പനി ഒരു സ്വല്പം എമൗണ്ട് പോലും ബെയർ ചെയ്യാതെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കമ്പനീസ് ഉണ്ട്. 2 ടൈപ്പ് കമ്പനീസിൻ്റെ റേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 വണ്ടിയെക്കുറിച്ച് എൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ എത്രയാണ് ഫൈനൽ എമൗണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബജാജിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ TVSനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഇല്ലാത്തൊരു കമ്പനിയാണ് ഓല ഇലക്ട്രിക്. അവരിപ്പോൾ സാധാരണ ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാ കമ്പനീസ് റേറ്റ് കൂട്ടിയ സമയത്ത് പോലും അവരുടെ റേറ്റ് കുറച്ചാണ് നിർത്തിയിരിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, ഉള്ള ഈ ഓഫർ പീരീഡ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 15 ഏപ്രിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓലയുടെ 3 മോഡൽസാണ് ഓഫേഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഓല S1 X Plusനാണ് ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്, അതുപോലെ S1 Pro Gen 2-നുണ്ട്, അതുപോലെ S1 Airനുണ്ട്. ഈ 3 വണ്ടികൾക്കാണ് ഇപ്പോൾ ഓഫർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ നിസ്സാര എമൗണ്ടിൽ നമുക്ക് വണ്ടി സ്വന്തമാക്കാം. അപ്പോൾ ഇപ്പം ബാക്കി എല്ലാ കമ്പനീസും റേറ്റ് കൂട്ടി നിൽക്കുന്ന സമയത്ത് പോലും ഓലയുടെ വണ്ടികൾക്ക് വളരെ റേറ്റ് കുറച്ചാണ് അത് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നല്ലൊരു സമയമാണ് ഓല വണ്ടി എടുക്കാൻ. അപ്പോൾ സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സ് ഇഷ്ടം പോലെ ആൾക്കാർ പറയാറുള്ള ഒരു പോയിൻ്റാണ് സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ്. ഇല്ലെന്ന് ഞാനും പറയുന്നില്ല, ധാരാളം ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് വണ്ടിയുടെ റേറ്റ് വൈസ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഫോർഡബിൾ വണ്ടിയായിട്ടാണ് ഓല അറിയപ്പെടുന്നത്. പക്ഷെ എന്തായാലും ഏപ്രിൽ 15 മുന്നോട്ട് അവർ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസസ് ഇല്ല. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് അവരുടെ CEO ആയ ഭാവേഷ് അഗർവാൾ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്, ട്വിറ്ററിൽ വന്നിട്ട് ഒരു പോയിന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഓല S1 Xനെ കുറിച്ചാണ്. അപ്പം ഏപ്രിൽ 15 പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ടാവുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഏപ്രിൽ 15 മുന്നോട്ട് അവർ ഈ 3 വണ്ടികൾക്കും, അതായത് S1 X Plusനും അതുപോലെ S1 Pro Gen 2-നും S1 Airനും, ഈ 3 വണ്ടികൾക്ക് ഇപ്പോൾ ഉള്ള റേറ്റ് നിങ്ങൾക്ക് വണ്ടി കിട്ടത്തില്ല. കാരണം ഇപ്പോൾ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓലയാണ് കംപ്ലീറ്റ് ഈ എക്സ്പെൻസ് ബെയർ ചെയ്യുന്നത്. എക്സ്ട്രാ അഡീഷണൽ എമൗണ്ട് വന്നിരുന്നത് ഫുള്ള് കമ്പനിയാണ് ഇപ്പോൾ എടുത്തിട്ട് കസ്റ്റമേഴ്സിന് ഒരു എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യേണ്ട അവസ്ഥയിലാണ് വണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടാകത്തില്ല. അതിന് പകരം നമുക്ക് എനിക്ക് തോന്നുന്നു, എൻ്റെ അസംഷനാണ്, ഓല S1 Xനായിരിക്കും ഇനി അവർ ഓഫർ കൊടുക്കാൻ പോകുന്നത്. ഓലയുടെ S1 X എന്നുള്ള വേരിയൻറ്റ് നമുക്ക് വളരെ ഫേമസ് ആണ്. കുറേ നാൾ മുന്നേ അവർ അനൗൺസ് ചെയ്തതാണ്. പക്ഷേ ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആക്ച്വലി വണ്ടി വരുന്നത് 3 വേരിയൻസിലാണ്, 3 ബാറ്ററി പാക്ക് ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. ഒന്നൊരു 2 kW, ഒന്ന് 3 kW, ഒന്ന് 4 kW. അങ്ങനെ 3 ബാറ്ററി ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. ഇപ്പോൾ മിക്ക ആൾക്കാർക്കും വേണ്ടത് ഇപ്പോൾ റേഞ്ച് കൂടി വണ്ടികളാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്തേക്കാണ് ഓലയുടെ S1 Xൻ്റെ 4 kW വരുന്നത്. അതുപോലെ ഇപ്പോൾ അതിന് ടെക്നിക്കലി അഡ്വാൻസ്ഡ് വണ്ടിയൊന്നുമല്ല X. നമ്മൾ X Plus വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു സ്ക്രീനാണ് വരുന്നത്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല, ടേൺ ബൈ ടേൺ നാവിഗേഷൻസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു വണ്ടിയായിട്ടാണ് ഓല S1 X അറിയപ്പെടുന്നത്. പക്ഷേ എന്നാലും ബെസ്റ്റ് എക്കണോമിക്കൽ വണ്ടി തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 15 അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത് മേ ബി പുതിയൊരു ചേഞ്ച് ആയിരിക്കും. S1 Xൻ്റെ റേറ്റ് മേ ബി ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് വില തന്നെ ആയിരിക്കും വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, കൂടുതൽ ഡീറ്റെയിൽസ് 15 അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും 15 എൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ന്യൂസ് അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരു ക്വിക്ക് അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.